ഹലോ നമസ്കാരം, ഏവർക്കും സൈലം പി എസ് സിയുടെ ടർബോ ടൂൾ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടർബോ ടൂൾ സീരീസിൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ക്ലാസ്സുകൾ നേടാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ ഒരു ടർബോ ടൂൾ സീരീസിലൂടെ നൽകുന്നത്. അപ്പോൾ വരുന്ന സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് കട്ടയ്ക്ക് അങ്ങോട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ടർബോ ടൂൾ സീരീസിൽ നമ്മുടെ എല്ലാ എക്സാമുകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടർബോ ടൂൾ സീരീസിൻ്റെ എക്കണോമിക്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എക്കണോമിക്സിൻ്റെ പിതാവാരാണ് എന്നുള്ള ബേസിക് ഫാക്റ്റുകൾ, അതുപോലെ JM കെയ്ൻസ്, ആൽഫ്രഡ് മാർഷൽ, ചോദന നിയമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന മേഖല ഏതാണ്, ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖല ഏതാണ്, ഇതൊക്കെ നമ്മുടെ PSCയുടെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ചോദ്യ പേപ്പറുകളിലും നമുക്ക് ചോദ്യം കിട്ടുന്ന മേഖല കൂടിയാണ് ഈ ഒരു ഭാഗം. അപ്പോൾ അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്, ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എക്കണോമിക്സിൻ്റെ പിതാവ്? എല്ലാവർക്കും അറിയാം അല്ലേ? ശരി, ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്തിനെയാണ് എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഈ കാണുന്ന മനുഷ്യൻ. അപ്പോൾ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ്. അദ്ദേഹത്തിനെ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം എഴുതിയൊരു കൃതി തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആഡം സ്മിത്ത് എഴുതിയ കൃതി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആഡം സ്മിത്തിന്റെ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ. വെൽത്ത് ഓഫ് നേഷൻ എഴുതിയ വർഷം 1776 വെൽത്ത് ഓഫ് നേഷൻ എന്ന കൃതി ആരെഴുതുന്നത്? ആഡം സ്മിത്ത് എഴുതുന്നത്. ഇതിലൂടെ അദ്ദേഹം ഒരുപാട് സിദ്ധാന്തങ്ങൾ, ഒരുപാട് എക്കോണമിക് തിയറികൾ ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒരു തിയറിയാണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം എന്നുള്ളത്. ലെയ്സേ ഫെയർ സിദ്ധാന്തം. അങ്ങനെയെങ്കിൽ എക്കണോമിക്സിന്റെ പിതാവ്, അതുപോലെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആര്, മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരുടെ പേരാ പറയാം? ആഡം സ്മിത്തിന്റെ പേര് തന്നെയാണ്. അപ്പോൾ എക്കണോമിക്സിന് പിതാവ്, മോഡേൺ എക്കണോമിക്സിന് പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ്. അദ്ദേഹം എഴുതിയ കൃതി എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻ ആണ്. എഴുതിയ വർഷം 1776. 1776 വെൽത്ത് ഓഫ് നേഷനിലൂടെ അദ്ദേഹം ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചു. അതിലെടുത്ത് പറയേണ്ട ഒരു സിദ്ധാന്തം ലെയ്സേ ഫെയർ സിദ്ധാന്തമാണ്. ലെയ്സേ ഫെയർ സിദ്ധാന്തം എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന് തന്നെ തുടക്കം കുറിച്ച ഒരു തിയറിയാണ് ഈ ലെയ്സേ ഫെയർ. അങ്ങനെയെങ്കിൽ എന്താണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം? ലെയ്സേ ഫെയർ സിദ്ധാന്തം പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞ തിയറിയാണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞ തിയറിയാണ് ഏത്? ഈ പറയുന്ന ലെയ്സേ ഫെയർ സിദ്ധാന്തം. എങ്ങനെ ഈ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കാൻ പറഞ്ഞൊരു തിയറി എങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് അടിത്തറയിട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ സ്റ്റോറിയിലൂടെ നമുക്കത് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടം, 1700 കാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, മിക്ക രാജ്യങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അനുഭവിക്കുന്നൊരു സമയം അല്ലെ? പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞൊരു സിദ്ധാന്തമാണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ലെയ്സേ ഫെയർ സിദ്ധാന്തത്തിന് ഇത്രയധികം പ്രാധാന്യം? ഇതെങ്ങനെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിന് തന്നെ തുടക്കം കുറിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളൊരു 1700 കാലഘട്ടങ്ങൾ ചിന്തിക്കുമ്പോൾ മിക്ക രാജ്യങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് ആവശ്യത്തിന് റിസോഴ്സുകളില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പോലും നമ്മൾ പല രാജ്യങ്ങളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. റിസോഴ്സുകൾ വളരെ കുറവാണ്. നമ്മുടെ രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് ഈ റിസോഴ്സുകൾ കുറവാണെങ്കിൽ, ഈ പറയുന്ന പോലെ ഉൽപ്പാദനം കുറവാണെങ്കിൽ, എല്ലാവരിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തും ഉൽപ്പാദനം കൂടുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം. ഏതൊരു രാജ്യത്തും ഉൽപ്പാദനം കൂടണം. ഈ പറയുന്ന നിലവിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ എല്ലാവരുടെ ഇടയിലേക്കും ഈ സാധനങ്ങൾ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ എക്കോണമി ഫേസ് ചെയ്യുന്ന 3 പ്രശ്നങ്ങളുണ്ട്. ഒരു സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എക്കോണമി ഫേസ് ചെയ്യുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ 3 എണ്ണമാണ്. അതിലൊന്ന് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ എക്കോണമി ഫേസ് ചെയ്യുന്ന 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? 2, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതുപോലെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം.
അപ്പോൾ എക്കോണമി ഫേസ് ചെയ്യുന്ന 3 ചോദ്യങ്ങളാണ്: എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ, ഇത് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തെ ഉൽപ്പാദനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനായിട്ട് സാധിക്കും. അതിനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആഡം സ്മിത്ത് പറഞ്ഞ തിയറിയാണ് ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ചാൽ മതി. അല്ലെ, ഇത്രയും നാളും ഈ പറയുന്ന റിസോഴ്സുകൾ എല്ലാവരിലേക്കും എത്തിക്കാൻ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ടിരുന്നു. ഇനിയിപ്പോ ഗവൺമെന്റ് അങ്ങോട്ട് മാറി നിന്നാൽ മതി, എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി ഉൽപ്പാദനം കൂടിക്കോളും. എല്ലാവരും ചോദിച്ചു അതെങ്ങനെ? രാജ്യത്തെ പട്ടിണി മാറണമെങ്കിൽ, രാജ്യത്തെ ദാരിദ്ര്യം മാറണമെന്നുണ്ടെങ്കിൽ, രാജ്യത്ത് GDP ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കണമെങ്കിൽ ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കണമെന്നാണ് ആര് പറഞ്ഞത്? ആഡം സ്മിത്തിന്റെ സിദ്ധാന്തം. അദ്ദേഹം ലെയ്സേ ഫെയർ സിദ്ധാന്തത്തിലൂടെ ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച തിയറി. അത് എങ്ങനെ എന്ന് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഇതേ നോക്കിയിടാം. ഇപ്പോൾ ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഇടപെടൽ കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും രാജ്യത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടേ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയെങ്കിൽ സ്വകാര്യ കമ്പനികൾക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളിൽ സ്വകാര്യ കമ്പനികൾ തീരുമാനമെടുത്തോളും. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഒരു കമ്പനിക്ക് പകരം ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ എന്ത് ചെയ്യും, നിലവിൽ വരും. ഒരു കമ്പനിക്ക് പകരം തന്നെ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ എന്ത് ചെയ്യും, നിലവിൽ വരും. ശരിയാണേ. നേരത്തെ എന്തെങ്കിലും ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഗവൺമെന്റ് ആണത് ചെയ്യുന്നതെങ്കിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഒരു കമ്പനി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സ്വകാര്യ കമ്പനികൾ ഉയർന്നു വരും, ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ ഉണ്ടാവും. ഒരുപാട് കമ്പനികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തൊഴിലവസരങ്ങൾ കൂട്ടുമോ അതേ കുറയ്ക്കുമോ? നിങ്ങൾ എന്നൊന്ന് പറഞ്ഞേ, ഒരുപാട് സ്വകാര്യ കമ്പനികൾ വന്നു കഴിഞ്ഞാൽ തൊഴിലവസരങ്ങൾ കൂടുമോ കുറയുമോ? തീർച്ചയായിട്ടും അതെന്തിന് കാരണമാവും? തൊഴിലവസരങ്ങൾ കൂടുന്നതിന് കാരണമാവും. ശരിയാണേ. തൊഴിലവസരങ്ങൾ കൂടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം അവർക്ക് എല്ലാവർക്കും എന്ത് കിട്ടുന്നുണ്ടാവും? എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ടാവും, എല്ലാവർക്കും സാലറി കിട്ടുന്നുണ്ടാവും. ശരിയല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെയൊക്കെ പർച്ചേസിങ് പവർ കൂടി എന്ന് നമുക്ക് പറയാം. ആളുകളുടെയൊക്കെ പർച്ചേസിങ് പവർ കൂടി, എല്ലാവർക്കും ശമ്പളം കിട്ടി, ആളുകളുടെയൊക്കെ പർച്ചേസിങ് പവർ കൂടി. നിങ്ങളാണെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് ആദ്യത്തെ മാസം ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെന്ത് ചോദ്യമാണ് സാറേ, അല്ലേ? നമ്മളെന്ത് ചെയ്യും? പൈസ അടിച്ചു പൊളിക്കും. തീർച്ചയാണ്. ആദ്യത്തെ സാലറിയാണ്, ഫസ്റ്റ് ജോബ് കിട്ടി, ആദ്യത്തെ ശമ്പളം കിട്ടി, നമ്മളെന്ത് ചെയ്യും? അടിച്ചു പൊളിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ. ഒരു രാജ്യത്ത് ഒരു 10% പേർക്ക് ഒറ്റയടിക്ക് ജോലി കിട്ടിയെന്ന് വിചാരിച്ചോ? നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കണേ. ഒരു രാജ്യത്തൊരു 10% പേർക്ക് ഒറ്റയടിക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കുക. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ഈ പൈസ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നു. ഇത്രയും പേര് പൈസ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും മാർക്കറ്റിലെ ഡിമാൻഡ് കൂടില്ലേ? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ അത്രയും മാർക്കറ്റിലെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ, മാർക്കറ്റിലെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് ഈ കമ്പനികൾ വീണ്ടും എന്ത് ചെയ്യണം? അവരുടെ ഉള്ള ഉൽപ്പാദനം അവർ കൂട്ടണം. ഉൽപ്പാദനം എന്ത് ചെയ്യണം? ഉൽപ്പാദനം കൂട്ടണം. അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ വിളിക്കുന്ന പേരാണ് ആ രാജ്യത്തിന്റെ GDP. തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ രാജ്യത്തിന്റെ GDP ഉയർന്നു എന്ന് പറയാം, ആ രാജ്യത്തിന്റെ GDP കൂടി എന്ന് പറയാം. അങ്ങനെയെങ്കിൽ രാജ്യത്ത് ഉൽപ്പാദനം കൂട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ മതിയോ? പോരാതെ വരും. ഉൽപ്പാദനം കൂട്ടണമെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കൂടുതൽ ആൾക്കാരെ ജോലിക്കെടുക്കണം. ഇങ്ങനെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിൽ രാജ്യം എന്ത് ചെയ്യും? സാമ്പത്തിക വളർച്ച കൈവരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതായിരുന്നു ആഡം സ്മിത്തിന്റെ ലെയ്സേ ഫെയർ സിദ്ധാന്തം. അങ്ങനെയെങ്കിൽ എന്താണ് ലെയ്സേ ഫെയർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും നിങ്ങൾ? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞ തിയറിയാണ് ഏത്? ലെയ്സേ ഫെയർ സിദ്ധാന്തം. അപ്പോൾ ഗവൺമെന്റ് ഇടപെടലുകൾ കുറച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രൈവറ്റ് കമ്പനികൾ വരുമെന്നും അത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പർച്ചേസിംഗ് പവർ കൂടുമെന്നും കമ്പനികൾ ഉൽപ്പാദനം കൂട്ടുന്നതിലൂടെ രാജ്യത്തിന്റെ GDP കൂടുമെന്നും അതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും അഭിപ്രായപ്പെടുന്നു ഈ പറയുന്ന ലെയ്സേ ഫെയർ സിദ്ധാന്തം അഭിപ്രായപ്പെടുകയാണ്. സെറ്റല്ലേ? വെരി 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 ക്ലിയർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1700 കാലഘട്ടങ്ങളിൽ ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച ഈ ലെയ്സേ ഫെയർ സിദ്ധാന്തത്തിന്റെ പ്രാധാന്യം കൂടി വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഒരുപാട് രാജ്യങ്ങൾ ആഡം സ്മിത്തിന്റെ ഈ തിയറി അതുപോലെ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് 1780കളിലെ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യം കിട്ടിയ അമേരിക്ക വളരെ പെട്ടെന്ന് ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറി. തുടർന്ന് സ്വാതന്ത്ര്യം കിട്ടിയ പല യൂറോപ്യൻ രാജ്യങ്ങളും ആഡം സ്മിത്തിന്റെ ലെയ്സേ ഫെയർ സിദ്ധാന്തം അതുപോലെ അക്സെപ്റ്റ് ചെയ്തു.
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഡംസ്മിത്തിന്റെ തിയറിയുടെ പ്രാധാന്യം കൂടി വന്നു അല്ലേ. അങ്ങനെ ഈ പറയുന്ന ലെയ്സേ ഫെയർ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രാജ്യങ്ങളൊക്കെ ഡെവലപ്ഡ് രാജ്യങ്ങളായി മാറുന്നത് തന്നെയാണ് ലോക രാജ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ആഡംസ്മിത്തിന്റെ ലെയ്സേ ഫെയർ സിദ്ധാന്തത്തിനോടൊപ്പം പുതിയൊരു ശാസ്ത്രശാഖ കൂടി രൂപപ്പെടുകയാണ്. അതാണ് ആര്? നമ്മുടെ എക്കണോമിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക്സിന്റെ പിതാവാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയും? ആഡംസ്മിത്തിന്റെ പേര് പറയും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. എക്കണോമിക്സിന്റെ പിതാവാരാ? ആഡംസ്മിത്ത്. അദ്ദേഹം എഴുതിയ കൃതി ഏതാ? വെൽത്ത് ഓഫ് നേഷൻ. എഴുതിയ വർഷം 1776. അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തം ഏതാ? ലെയ്സേ ഫെയർ സിദ്ധാന്തം. എന്താണ് ലെയ്സേ ഫെയർ? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്ന് പറയുന്ന തിയറിയാണ് ലെയ്സേ ഫെയർ. അങ്ങനെയെങ്കിൽ എക്കോണമി ഫേസ് ചെയ്യുന്ന 3 ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ. പിന്നെയും എക്കണോമിക്സ് ഒരുപാട് വളർന്നപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സിന് 2 ബ്രാഞ്ചുകൾ ഉണ്ടായി. എക്കണോമിക്സിന് 2 ബ്രാഞ്ചുകൾ. എക്കണോമിക്സിന് 2 ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1 മാക്രോ എക്കണോമിക്സും 2 മൈക്രോ എക്കണോമിക്സും. മാക്രോ എക്കണോമിക്സും അതുപോലെ മൈക്രോ എക്കണോമിക്സും. മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും. മാക്രോ എക്കണോമിക്സിന്റെ മലയാളം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മാക്രോ എക്കണോമിക്സിന്റെ മലയാളം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മൈക്രോ എക്കണോമിക്സിന്റെ മലയാളം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്നാണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. ഇനി മാക്രോ എക്കണോമിക്സിന്റെ പിതാവാര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ജോൺ മയനാട് കെയ്ൻസിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. JM കെയ്ൻസിനെയാണ്. JM കെയ്ൻസ് അല്ലെങ്കിൽ ജോൺ മയനാട് കെയ്ൻസ്. ഇനി മൈക്രോ എക്കണോമിക്സിന്റെ പിതാവാര് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ ശരിക്കും ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിക്സിന് തുടക്കം കുറിക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷൽ ചോദന നിയമം ആവിഷ്കരിച്ചതും ഡിമാൻഡ് തിയറി ആവിഷ്കരിച്ചതും ഒക്കെ ആൽഫ്രഡ് മാർഷലാണ്. അപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷലിനെയാണ്. ചില പുസ്തകങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെയും ആഡംസ്മിത്തിന്റെ പേരും കാണാം. എന്നിരുന്നാലും കുറെ കൂടി ഡിമാൻഡ് തിയറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചത് കൊണ്ട് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് കൂടുതൽ സംഭാവന തന്നിട്ടുള്ളത് ആൽഫ്രഡ് മാർഷൽ തന്നെയാണ്. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം JM കെയ്ൻസ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ആൽഫ്രഡ് മാർഷൽ. അപ്പോൾ ഇവരുടെ തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആള് JM കെയ്ൻസിന്റെ സിദ്ധാന്തമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം പറയേണ്ടത്. കെയ്ൻസിയൻ സിദ്ധാന്തം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയേണ്ടത്. ഈ മനുഷ്യനാണ് ജോൺ മയനാട് കെയ്ൻസ്. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കെയ്ൻസ് ആണ്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് മാർഷലാണ്. അങ്ങനെയെങ്കിൽ എന്താണ് കെയ്ൻസിന്റെ സിദ്ധാന്തം എന്ന് ചോദിക്കുകയാണെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടലുകൾ അനിവാര്യമാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ ഈ കെയ്ൻസിന്റെ സിദ്ധാന്തം പറയുന്നത്. എന്താ JM കെയ്ൻസ് പറയുന്നത്? JM കെയ്ൻസിന്റെ സിദ്ധാന്തം പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ വേണം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണ് എന്ന് പറയുന്ന തിയറിയാണ് കെയ്ൻസിന്റെ സിദ്ധാന്തം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണ്. അപ്പോൾ ഈ തിയറി നമ്മൾ കെയ്ൻസിയൻ സിദ്ധാന്തം അല്ലെങ്കിൽ കൈനീഷ്യൻ എക്കണോമിക്സ് എന്നൊക്കെ പറയും. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്, കെയ്ൻസിന്റെ സിദ്ധാന്തം പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം, ആഡംസ്മിത്തിന്റെ തിയറി എന്തായിരുന്നു? ലെയ്സേ ഫെയർ സിദ്ധാന്തം. എന്താ ലെയ്സേ ഫെയർ? ഗവൺമെന്റ് ഇടപെടലുകൾ കുറയ്ക്കുക എന്ന് പറഞ്ഞ തിയറി ആയിരുന്നു ലെയ്സേ ഫെയർ. നമുക്ക് ആഡംസ്മിത്തിനോട് തന്നെ ചോദിക്കാടെ, അല്ല ആഡംസ്മിത്തെ, കെയ്ൻസ് പറയുന്നു ദേ ഇവിടെ ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണെന്ന്. ഓക്കെ, തിരിച്ച് കെയ്ൻസിനോട് നമുക്ക് ചോദിക്കാം, അല്ല കെയ്ൻസേ, നിങ്ങൾ ആഡംസ്മിത്തിന്റെ തിയറിയെ കണ്ടല്ലോ, ആഡംസ്മിത്ത് പറഞ്ഞത് ഗവൺമെന്റ് ഇടപെടൽ കുറവാണ് എന്നുള്ളതാണ്. ശരി, അപ്പോൾ നിങ്ങളുടെ തിയറി എന്താ? കെയ്ൻസ് പറയാണ് ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണ്. അപ്പോൾ ആഡംസ്മിത്തിന്റെ തിയറി തെറ്റാണോ? അപ്പോൾ കെയ്ൻസ് പറയാണ്, ഇല്ലില്ല, ആഡംസ്മിത്തിന്റെ തിയറി വളരെ ശരിയാണ്. പിന്നെ നിങ്ങളുടെ തിയറി എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ കെയ്ൻസ് പറയാണ്, നമ്മുടെ എക്കോണമിയുടെ കേസിലേക്ക് വരുമ്പോൾ, സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു എക്കോണമി എന്ന് പറയുന്നത് GDP ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില സമയത്ത് ഒരു രാജ്യത്ത് എന്ത് ചെയ്യാം, GDP ഒക്കെ കുറയാം. GDP ഒക്കെ കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്ത് എന്ത് ചെയ്യാം, റിസഷനൊക്കെ ഉണ്ടാവാം. ഒരു രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാവാം. അങ്ങനെ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ ആരുടെ ഇടപെടൽ ആവശ്യമാണ്?
ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണ്. എങ്ങനെ? ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ, ഒന്ന് ക്ലിയർ ആക്കി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെയ്ൻസ് പറയുന്നത് ഇങ്ങനെയാണ്. സാധാരണഗതിയിൽ GDP ഒക്കെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഇത് നമ്മുടെ ഗവൺമെൻറ് ഇവിടെ ഉണ്ട്. GDP ഒക്കെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ഗവൺമെൻറ്റിന് നല്ല ടാക്സ് കൊടുക്കുന്നുണ്ടാവും. കാര്യം എന്താ? തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള വ്യക്തികൾക്കൊക്കെ വരുമാനമൊക്കെ കൂടുതലായിരിക്കും. വരുമാനം കൂടുതലാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് എന്ത് ചെയ്യും? ഗവൺമെൻറ് ഇൻകം ടാക്സ് കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. ഗവൺമെൻറ്റിന് കൂടുതൽ ടാക്സ് കിട്ടും നമ്മളെപ്പോലുള്ള ആൾക്കാരിൽ നിന്ന്. എപ്പോൾ? GDP ഒക്കെ ഗ്രോ ചെയ്യുന്ന സമയത്ത്. ഇനി സെയിം അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല, ഒരുപാട് പ്രൈവറ്റ് കമ്പനികളൊക്കെ ഉണ്ടാവും അല്ലേ? ഒരുപാട് പ്രൈവറ്റ് കമ്പനികളൊക്കെ ഉണ്ടാവും. ഈ പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും ഗവൺമെൻറ്റിന് ഒരുപാട് ടാക്സ് കൊടുക്കും. കാര്യം അവർക്ക് ഉൽപ്പാദനം കൂടുതലാണ്, കച്ചവടം കൂടുതലാണ്, അവർക്ക് നല്ല വരുമാനമുണ്ട്. ഇവരും ഗവൺമെൻറ് നല്ല ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ് അല്ലേ? രണ്ട് സൈഡിൽ നല്ല വരുമാനമൊക്കെ മേടിച്ച് നല്ല നികുതിയൊക്കെ മേടിച്ച് ഗവൺമെൻറ് സുഖിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കെയ്ൻസ് പറയുന്നത്, ഇനിയിപ്പോൾ GDP കുറയുന്നൊരു സിറ്റുവേഷൻ വരികയാണ് എന്ന് സങ്കല്പിച്ചോളൂ. ഒരു രാജ്യത്തിൻ്റെ GDP ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ GDP കുറയുകയാണെങ്കിൽ അപ്പോഴാണ് ഗവൺമെൻറ് ഇടപെടേണ്ടത്. ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കെയ്ൻസ് പറയാണ്, ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് പൈസ എത്തിക്കണം, ആളുകളുടെ ഇടയിലേക്ക് ക്യാഷ് എത്തിക്കണം. കാര്യം GDP കുറയുന്ന സമയത്ത് ആളുകളുടെ ജോലിയൊക്കെ നഷ്ടപ്പെടാം, ആളുകളുടെ വരുമാനമൊക്കെ കുറയാം. അങ്ങനെ വരുമാനം കുറയുന്ന സമയത്ത് ആളുകൾ സാധനമൊന്നും മേടിക്കാനില്ല, കയ്യിൽ പൈസയൊന്നുമില്ല, ആളുകൾ കഷ്ടപ്പെടുകയാണ്. ഇവിടെയാണ് ഗവൺമെൻറ് ആവശ്യം. ഈ സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്യണം? ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിക്കണം, ആളുകളുടെ കയ്യിലേക്ക് ക്യാഷ് എത്തിക്കണം. ഇതിനെ ഞാൻ എക്കണോമിക്സിൽ ഇങ്ങനെ വിളിക്കുകയാണ് പണലഭ്യത അല്ലെങ്കിൽ മണി സപ്ലൈ എന്ന് വിളിക്കുകയാണ്. പണലഭ്യത അല്ലെങ്കിൽ മണി സപ്ലൈ. ഗവൺമെൻറ് എന്ത് ചെയ്യണം? മണി സപ്ലൈ കൂട്ടണം. മണി സപ്ലൈ ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് MS എന്ന് എഴുതുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഗവൺമെൻറ് ആളുകളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യണം? പൈസ എത്തിക്കണം. മണി സപ്ലൈ ഗവൺമെൻറ് കൂട്ടണം. അതിന് ഗവൺമെൻറ്റിൽ പൈസ എവിടെ? അതറിയേണ്ട ആവശ്യമില്ല. GDP ഒക്കെ നന്നായിട്ടിരുന്ന സമയത്ത് ഗവൺമെൻറ് എവിടെ നിന്ന് പൈസ ഒക്കെ മേടിച്ച് സുഖിച്ചിരിക്കില്ലായിരുന്നോ? ഗവൺമെൻറ് കടം മേടിച്ചിട്ടാണെങ്കിലും ഗവൺമെൻറ് എന്ത് ചെയ്യണം? ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തിക്കണം. ഓക്കെ, ആളുകളുടെ കയ്യിലേക്ക് പൈസ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഗവൺമെൻറ് നാളെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഒരു 5000 രൂപ വെച്ചിട്ടു. നല്ല കാര്യം. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? പൈസ കിട്ടിയ ഉടനെ എടുത്ത് ചിലവാക്കും. ശരിയല്ലേ? സെയിം അതുപോലെ നമ്മുടെ കയ്യിലേക്ക് പൈസ എത്തിക്കഴിഞ്ഞാൽ, മണി സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ ആളുകൾ ഈ പൈസ ചിലവാക്കും. മാർക്കറ്റിലെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടണോ കുറയ്ക്കണോ? കമ്പനികൾ പ്രൊഡക്ഷൻ കൂട്ടണം. പക്ഷേ അവരും ക്രൈസിസിലായിരിക്കുമല്ലോ. അവർക്കും ചിലപ്പോൾ ഉൽപ്പാദനമൊക്കെ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പൈസയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിൽ നിൽക്കുമായിരിക്കും. ഗവൺമെൻറ് ആ സമയത്ത് എന്ത് ചെയ്യണം? കമ്പനികളുടെ കയ്യിലേക്കും പൈസ എത്തിക്കണം. അവരെയും ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യണം. ശരി, അങ്ങനെയെങ്കിൽ മാർക്കറ്റിലെ ഡിമാൻഡ് കൂടുമ്പോൾ കമ്പനികൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഉൽപ്പാദനം കൂട്ടും. രാജ്യത്തെ ഉൽപ്പാദനം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കൂടിക്കോളും? പെതിയെ കുറഞ്ഞു നിന്ന GDP പെതിയെ കൂടിക്കോളും. തിയറീസ് സെറ്റല്ലേ? കോൺസെപ്റ്റ് പിടിയിട്ടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ GDP എന്ത് ചെയ്യും? പെതിയെ കൂടും. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ആഡംസ്മിത്തിന്റെ തിയറി പറഞ്ഞത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടലുകൾ കുറയ്ക്കണമെന്നായിരുന്നു ആഡംസ്മിത്തിന്റെ തിയറി പറഞ്ഞത്. എന്നാൽ കെയ്ൻസിന്റെ സിദ്ധാന്തം പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണ് എന്നുള്ളതാണ്. ആര് പറയുന്നത്? നമ്മുടെ JM കെയ്ൻസ് പറയുന്ന സിദ്ധാന്തം. 8ാം ക്ലാസ് SCERT സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എടുത്തു പറയുന്നത് കാണാം. ആഡം സ്മിത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെൻറ് ഇടപെടൽ കുറയ്ക്കാൻ പറഞ്ഞു അല്ലേ? അതേസമയത്ത് കെയ്ൻസ് പറയുന്നത് ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ആ JM കെയ്ൻസ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെറ്റ്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ഇവിടെ വളരെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പോൾ ആഡം സ്മിത്തിനെ പറ്റി പറഞ്ഞു, അതുപോലെ കെയ്ൻസിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള എക്കോണമിയുടെ ഒരു മാക്രോ ലെവലിലുള്ള കാര്യങ്ങൾ, ഒരു ഓവറോൾ എക്കോണമിയുടെ GDP എങ്ങനെ കൂട്ടാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആര് പറയുന്നത്? നമ്മുടെ JM കെയ്ൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവറോൾ എക്കോണമിയെ പറ്റി പറയുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഒരു മാക്രോ എക്കണോമിക്സ്. ഒരു മാക്രോ ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ എക്കോണമിയെ കാണുന്നു. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് മൈക്രോ എക്കണോമിക്സ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന കുറേ കൂടി ഒരു മൈക്രോ ലെവലിലേക്ക് ഇറങ്ങി വരികയാണ്. ഇപ്പോൾ നമ്മളെപ്പോലുള്ള വ്യക്തികൾ നമ്മളിപ്പോൾ ഒരു സാധനം മേടിക്കാനായിട്ട് കടയിലേക്ക് ചെല്ലുന്നു. ഓക്കെ, അപ്പോൾ സാധനത്തിൻ്റെ വിലയൊക്കെ കുറവാണ്,
വില കുറവാണെങ്കിൽ നമ്മളത് മേടിക്കുകയില്ലയോ, വില കൂടുതലാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുമായിരിക്കും? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു മൈക്രോ ലെവലിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഏത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുക. മൈക്രോ എക്കണോമിക്സിന്റെ പിതാവെന്ന് പറഞ്ഞത് നമ്മൾ വിളിച്ചത് ആൽഫ്രഡ് മാർഷലിനെയാണ്. ആൽഫ്രഡ് മാർഷലാണ് ചോദന നിയമം അല്ലെങ്കിൽ ഡിമാൻഡ് തിയറി ആവിഷ്കരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ എന്താണ് ചോദന നിയമം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, അടുത്ത ഭാഗം എന്താണ് ചോദന നിയമം? ആരാ ചോദന നിയമം ആവിഷ്കരിച്ചത്? ആ ചോദന നിയമം ആവിഷ്കരിക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ചോദന നിയമം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. എന്ത് ചെയ്യുന്നത്? ചോദന നിയമം ആവിഷ്കരിക്കുന്നത്. ചോദന നിയമം എന്ന് പറയുമ്പോൾ ഡിമാൻഡ് തിയറി. ചോദന നിയമം അല്ലെങ്കിൽ ഡിമാൻഡ് തിയറി ആവിഷ്കരിക്കുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഡിമാൻഡ് തിയറി. അപ്പോൾ എന്താണ് ഡിമാൻഡ് തിയറി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സാധനത്തിൻ്റെ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു സാധനത്തിൻ്റെ വിലയും അതുപോലെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ പലപ്പോഴും പിന്നീട് ചില ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ കോഴിക്കോട് തന്നെ ഒരു ഷോപ്പിൽ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ ചെരുപ്പൊക്കെ എന്ത് ചെയ്തു, ആ 2 രൂപയ്ക്കും വില കുറച്ചും 0 വിലയ്ക്കൊക്കെ എന്ത് ചെയ്തു വിൽക്കാൻ തുടങ്ങി. കടയിൽ ഭയങ്കര തിക്കും തിരക്കുമായി. ശരിയാണ്. അവസാനം തിക്കിലും തിരക്കിലും പെട്ട് കുറേ ആളുകൾ മരിച്ചു അല്ലേ. അത് വലിയ കേസും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കാണാറുണ്ട്. അപ്പോൾ സാധനത്തിൻ്റെ വില കുറച്ചു. ഇപ്പോൾ ഒരു കടയിൽ പറയാണ്, ഇന്ന് നിങ്ങൾ കടയിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സാധനത്തിന് എല്ലാത്തിനും ഒരു 75% ഡിസ്കൗണ്ട്. ഓക്കെ, സാധനത്തിൻ്റെ വിലയുടെ 4/1 എന്ത് ചെയ്യാം, സാധനം മേടിക്കാം. ഇപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 100 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 100 രൂപയ്ക്ക് 4 സാധനങ്ങൾ എടുക്കാം. നമ്മൾ ഇടിച്ചു കയറും അല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടും അല്ലെങ്കിൽ ചോദനം കൂടും. സാധനത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും. അപ്പോൾ ഒരു ചോദ്യം, എന്താണ് ഈ ഡിമാൻഡ്? കുറേ നേരമായല്ലോ ഡിമാൻഡ് എന്നൊക്കെ പറയുന്നു അല്ലേ. എന്താണ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ചോദനത്തിന് കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ തരാമോ? എന്താണ് ഡിമാൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സാധനത്തിൻ്റെ പേര് പറയുമ്പോൾ നമുക്കത് മേടിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം, ഒരു കപ്പാസിറ്റി വേണം, ഒരു ആഗ്രഹം നമുക്ക് വേണം, ഒരു വിഷ് ഉണ്ടാവണം. ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, ആ സാധനം മേടിക്കാനുള്ള എബിലിറ്റി കൂടി നമുക്ക് എന്ത് ചെയ്യണം, നമുക്കുണ്ടാകണം. ഓക്കെ, ഒരു സാധനത്തിൻ്റെ പേര്, ഒരു സാധനം പറയുമ്പോൾ ആ സാധനം മേടിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം വരണം. ഇനി അത് മേടിച്ചാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം മാത്രം പോരാ, എന്ത് ചെയ്യണം, അത് മേടിക്കാനുള്ള കഴിവ് കൂടി വേണം. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഒരു വാഹനങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കാറുണ്ട്. കൊള്ളാം, ജിപ്സി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നാൽ പിന്നെ ഒന്ന് മേടിച്ചാൽ കൊള്ളാം. ആഗ്രഹം മനസ്സിൽ എന്ത് ചെയ്ത് കത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ വിലയോടെ കൊണ്ടെടുത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും, 3.5 ലക്ഷം 4 ലക്ഷം രൂപ വേണം, കയ്യിൽ പൈസ ഇല്ല അല്ലേ. അപ്പോൾ മേടിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യില്ല, അത് മേടിക്കാനുള്ള കഴിവില്ല. അങ്ങനെയെങ്കിൽ അതിന് എനിക്ക് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ പൈസ മേടിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിൽ വന്നു. നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആഗ്രഹമുണ്ട്, കഴിവുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഡിമാൻഡ് എന്ന് പറയാം. ഇപ്പോൾ ഐഫോൺ നാളെ പറയുകയാണ്, എന്ത് ചെയ്യാം, പഴയ മോഡലുകൾക്ക് നാളെ വന്ന് സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 10,000 രൂപയ്ക്ക് ഐഫോൺ തരാം. കട കുത്തി തുറന്ന് നമ്മൾ എന്ത് ചെയ്യും, നാളെ രാവിലെ എന്ത് ചെയ്യും, കടയുടെ മുമ്പിൽ വലിയ ക്യൂ ആയിരിക്കും. കട കുത്തി തുറക്കാനായിട്ട് നമ്മൾ കാത്തു നിൽക്കും അല്ലേ, തുറന്നില്ലെങ്കിൽ കുത്തി തുറക്കും അല്ലേ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പറയുന്ന വില 10,000 രൂപ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കടയുടെ മുന്നിൽ തിക്കും തിരക്കുമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ മേടിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മേടിക്കാനുള്ള കഴിവുകൂടി ഉണ്ടായി, ചോദനം കൂടി. വില കുറഞ്ഞാൽ എന്ത് കൂടും, ഡിമാൻഡ് കൂടും. സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, ഒരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡിന് എന്താ പറ്റുക? ഒരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡിന് എന്ത് പറ്റും? ഒരു സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡിന് എന്ത് പറ്റും? ഉറപ്പായിട്ടും സാധനത്തിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. നാളെ ഇപ്പോൾ നമ്മൾ കാണുകയാണ്, നേരെ തുണിക്കടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധനത്തിൻ്റെ വിലയ്ക്ക് ഇപ്പോൾ 500 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു, 4 ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു അല്ലേ. നിങ്ങളങ്ങനെ കടയിൽ പോയി അല്ലേ, കടയിൽ ചെന്നപ്പോഴത്തേക്ക് പറയുകയാണ് ഓഫറൊക്കെ കഴിഞ്ഞു അല്ലേ, ആദ്യത്തെ ഓഫറൊക്കെ കഴിഞ്ഞു, എന്ത് ചെയ്യണം, ഇപ്പോൾ നോർമൽ റേറ്റാണ്, പിന്നെ 500 രൂപയ്ക്ക് ഇതിൻ്റെ ഡ്രസ്സ് നമുക്ക് വേണ്ട, വേറെ കടയിൽ പോവാം. ശരിയാണ്, വില കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറഞ്ഞു. ഇനി ഈ 500 രൂപയ്ക്ക് 4 എന്നുള്ളത് പിന്നെ എന്ത് ചെയ്തു, 500 എന്നുള്ള സാധനം എന്ത് ചെയ്തു, 800 രൂപയാക്കി, അത് 1000 രൂപയാക്കി. നമ്മൾ നോക്കുമ്പോൾ ഈ കടയിലെത്തി വില കൂടുതലാണ് അല്ലേ, ഒരല്പം വില കൂടുതലാണ്, നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അടുത്ത കടയിലേക്ക് പോവാം.
ശരിയാണ്. അങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? ഡിമാൻഡ് കുറയും എന്ന് പറഞ്ഞ തിയറിയാണ് ഡിമാൻഡ് തിയറി അല്ലെങ്കിൽ ചോദന നിയമം. ചോദന നിയമം എന്താണ്? ചോദന നിയമം ഈ പറയുന്ന സാധനത്തിന്റെ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. വിലയും ഡിമാൻഡും തമ്മിൽ എന്താണ്? ആ ഒരു നെഗറ്റീവ് റിലേഷൻ ആണുള്ളത് എന്ന് നമുക്ക് പറയാം. വില കൂടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? ഡിമാൻഡ് കുറയും. വില കുറഞ്ഞാലോ ഡിമാൻഡ് കൂടും. സെറ്റല്ലേ? 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 ശരി. അങ്ങനെയെങ്കിൽ എന്താണ് ഡിമാൻഡ് തിയറി എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ, ഒരു 2 ഡയമെൻഷണൽ ഗ്രാഫ് ഞാൻ വരയ്ക്കുകയാണ്. ഈ ആക്സിസ് എന്ന് പറയുന്ന എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് ഒറിജിൻ അല്ലേ. എക്സ് ആക്സിസിൽ ഞാൻ ഇവിടെ വില കൊടുക്കുകയാണ്, സാധനത്തിൻ്റെ വില. ഇനി ഇവിടുന്ന് ഡിമാൻഡ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ചോദനം കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ പറയുന്നത് എന്ത് ചെയ്യും? ബേസിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ വില കൂടി പോകുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? സാധനത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞ് വരും. ശരിയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവ് പറയുന്നത് ഒരു സാധനത്തിൻ്റെ വില കൂടി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഡിമാൻഡ് കുറയും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ഡിമാൻഡ് തിയറി അല്ലെങ്കിൽ ചോദന നിയമം പറയുന്നത്. ആവിഷ്കരിച്ചത് ആരാണ്? നമ്മുടെ ആൽഫ്രഡ് മാർഷലാണ് ചോദന നിയമം ആവിഷ്കരിക്കുന്നത്. ഇനിയും അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇനി നമുക്ക് പറയാം, എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഇതുപോലെ ചോദന നിയമത്തിന് ബാധകമാകണമെന്നില്ല. ചോദന നിയമം ബാധകമല്ലാത്ത ചില ഉൽപ്പന്നങ്ങൾ കൂടിയുണ്ട്. അതാരാ? അതുകൂടി ഒന്ന് പറഞ്ഞേ. ദേ പിടിച്ചോ. ചോദന നിയമം ബാധകമല്ലാത്ത 2 ഉൽപ്പന്നങ്ങൾ. ഒന്ന് ഗിഫ് ആൻഡ് ഗുഡ്സ്. ഒന്നാമത്തെ ആള് ഗിഫ് ആൻഡ് ഗുഡ്സ്. ചോദന നിയമം ബാധകമല്ലാത്ത മറ്റൊരു ഉൽപ്പന്നം വെബുലൻ ഗുഡ്സ്. കേട്ടിട്ടുണ്ടോ? ഗിഫ് ആൻഡ് ഗുഡ്സും വെബുലൻ ഗുഡ്സും ഈ പറയുന്ന ചോദന നിയമം ബാധകമല്ലാത്ത 2 ഉൽപ്പന്നങ്ങളാണ്. വില എത്ര കൂടിക്കോട്ടെ, വില എത്ര കുറഞ്ഞോട്ടെ, എന്ത് ചെയ്യില്ല? ഡിമാൻഡ് ബാധിക്കില്ല. എക്സാമ്പിൾ, വെബുലൻ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ലക്ഷറി ഗുഡാണ്. ലക്ഷറി ഗുഡാണ്. എക്സാമ്പിൾ ഗോൾഡ്. ഓക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മിനി കൂപ്പറോ ഒരു ലംബോർഗിനി ഒരു പോർഷയോ ഒക്കെ മേടിക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാറുകളൊക്കെ എന്ത് ചെയ്യും? വില കൂടിക്കഴിഞ്ഞാലും മേടിക്കാൻ ആൾക്കാരുണ്ടാവും അല്ലേ. ഐഫോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡായിട്ട് നിൽക്കുകയാണ് അല്ലേ. ഈ പറയുന്ന പോലെ ഈ ഐഫോൺ വിടുന്ന 4 ആൾക്കാർ ശ്രദ്ധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ വില എത്തി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യും? ഐഫോൺ മേടിച്ചേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൊള്ളാം, നല്ലതാണെന്നൊരു ഡിമാൻഡ് എന്ത് ചെയ്യുന്നത്? നല്ലതാണെന്നൊരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരുടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രസ്റ്റീജിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈസ എങ്ങനെ EMI എടുത്താലും മേടിച്ച് കളയാം. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബുലൻ ഗുഡ് എന്ന് പറയും, ഇതുപോലുള്ള ലക്ഷറി ഗുഡുകൾ നമ്മൾ വെബുലൻ ഗുഡ് എന്ന് പറയും. അത് ചോദന നിയമം ബാധകമല്ല. ഇനി ഗിഫ് ആൻഡ് ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മളെ അവശ്യ സാധനങ്ങൾ, ഇപ്പോൾ അരിയും സാധനങ്ങളൊക്കെ. നമ്മളിപ്പോൾ അരിക്കൊരല്പം വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അരിയൊക്കെ മേടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ള ഗുഡുകളെ നമ്മൾ എന്ത് ചെയ്യും? ഗിഫ് ആൻഡ് ഗുഡുകൾ എന്ന് പറയും. അപ്പോൾ തൽക്കാലം ഇത്ര ഓർത്തിരിക്കുക, ഗിഫ് ആൻഡ് ഗുഡുകളും വെബുലൻ ഗുഡുകളും എന്ത് ചെയ്യുന്നില്ല? ചോദന നിയമം ബാധകമല്ലാത്ത 2 ഉൽപ്പന്നങ്ങളാണ് എന്നെന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. ഇതുവരെ സെറ്റാണോ? ആഡം സ്മിത്ത്, കെയ്ൻസ്, ആൽഫ്രഡ് മാർഷൽ, 3 പേര് ഓക്കെ അല്ലേ? ആഡം സ്മിത്ത് ആരായിരുന്നു? എക്കണോമിക്സിന്റെ പിതാവാണ്, മോഡേൺ എക്കണോമിക്സിന്റെ പിതാവാണ്. എഴുതിയ കൃതി ഏതായിരുന്നു? വെൽത്ത് ഓഫ് നേഷൻ. എഴുതിയ വർഷം 1776. മുന്നോട്ട് വെച്ച സിദ്ധാന്തം ലെയ്സേ ഫെയർ സിദ്ധാന്തം. സെറ്റാണേ. എന്താ ലെയ്സേ ഫെയർ? ഗവൺമെന്റ് ഇടപെടൽ കുറയ്ക്കുക. അങ്ങനെയെങ്കിൽ കെയ്ൻസ് എന്ത് പറഞ്ഞു? ഗവൺമെന്റ് ഇടപെടൽ ആവശ്യമാണ്. എപ്പോൾ? രാജ്യത്ത് GDP ഒക്കെ കുറഞ്ഞിരിക്കുമ്പോൾ. മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കെയ്ൻസ് ആണ്. അങ്ങനെയെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് മാർഷലാണ്. ആൽഫ്രഡ് മാർഷൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്ന ചോദന നിയമം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് മാർഷലാണ്. ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ ചോദനം കൂടുമെന്നും വില കൂടുമ്പോൾ ചോദനം കുറയുമെന്നും എന്ത് ചെയ്തു? അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ചോദന നിയമം ബാധകമല്ലാത്ത 2 ഉൽപ്പന്നങ്ങളുടെ പേര് പറഞ്ഞു. ഗിഫ് ആൻഡ് ഗുഡുകളും വെബുലൻ ഗുഡുകളും എന്താണ്? ചോദന നിയമം ബാധകമല്ലാത്ത 2 ഉൽപ്പന്നങ്ങളാണ്. ഇനി ഇതുവരെ സെറ്റാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. അടുത്ത് നമ്മൾ പറയേണ്ടത് എന്താണ് പ്രാഥമിക മേഖല, എന്താണ് ദ്വിതീയ മേഖല, അതുപോലെ എന്താണ് തൃതീയ മേഖല. സാമ്പത്തിക മേഖലകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സാമ്പത്തിക മേഖലകൾ അല്ലേ. അപ്പോൾ എന്താണ് ഈ സാമ്പത്തിക മേഖലകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏതൊരു രാജ്യത്തും നടക്കുന്ന എക്കോണമിക് ആക്ടിവിറ്റീസിനനുസരിച്ച് ആ രാജ്യത്തെ മേഖലകളെ നമുക്ക് പൊതുവെ 3ആയിട്ട് തിരിക്കാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. നമുക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളല്ലേ, വളരെ എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഭാഗമായിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ തോന്നാം. പക്ഷേ ചിലപ്പോൾ ഒരുപാട് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാം ഈ ഭാഗത്ത് നമുക്ക് ചോദിക്കാം.
അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു വയ്ക്കാം. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, അതുപോലെ തൃതീയ മേഖല. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. നമ്മുടെ SCERT ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 7ാം ക്ലാസ് SCERTയിലാണ് എന്തിനെ പറ്റി പറയുന്നത്, ഈ പറയുന്ന പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖലയെ പറ്റിയൊക്കെ പറയുന്നത്. അപ്പോൾ പ്രാഥമിക മേഖല എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ, പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് നമ്മൾ പ്രാഥമിക മേഖല എന്നറിയപ്പെടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, പ്രകൃതി വിഭവങ്ങൾ നേരിട്ടെടുക്കുന്നു. എക്സാമ്പിൾ, കൃഷി ചെയ്യുന്നു അല്ലേ. എനിക്ക് എന്ത് ചെയ്യാം, കൃഷിയിലൂടെ ഞാൻ പയർ കൃഷി ചെയ്തു. പയർ ഞാൻ എന്ത് ചെയ്യുന്നു, പ്രകൃതി വിഭവം നേരിട്ടെടുത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ ഫൈനൽ ഈ പറയുന്ന ഒരു എൻഡ് പ്രൊഡക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുകയാണ് അല്ലേ. ഒരു അന്തിമ ഉൽപ്പന്നമായിട്ട് എനിക്ക് നേരിട്ട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ മത്സ്യബന്ധനം നടത്തുന്നു അല്ലേ. അപ്പോൾ ഇതെല്ലാം പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന മേഖലയെ പ്രാഥമിക മേഖല എന്ന് പറയുന്നു. പ്രാഥമിക മേഖലയിൽ കൃഷിക്ക് പ്രാധാന്യമാണ് കൂടുതൽ, കൃഷിക്കാണ് കൂടുതൽ പ്രാധാന്യം അല്ലേ, കൂടുതലുള്ളത് കൃഷിയാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയെ വിളിക്കുന്ന മറ്റൊരു പേര് കാർഷിക മേഖല, അഗ്രികൾച്ചറൽ സെക്ടർ എന്നുകൂടി ഈ പ്രൈമറി സെക്ടറിനെ അല്ലെങ്കിൽ പ്രാഥമിക മേഖലയെ വിളിക്കാറുണ്ട്. അപ്പോൾ ചോദ്യം, എന്താണ് ദ്വിതീയ മേഖല? ദ്വിതീയ മേഖല എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രാഥമിക മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നത്തിനെ നമ്മൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു ഉൽപ്പന്നത്തിനെ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഉൽപ്പന്നം, ഒരു അന്തിമ ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ, ഒരു ഉൽപ്പന്നത്തെ നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കാം, ഒരു ഉൽപ്പന്നം നിർമ്മിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ദ്വിതീയ മേഖല എന്ന് നമുക്ക് വിളിക്കാം. ദ്വിതീയ മേഖല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവിനെ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനത്തിനെ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അന്തിമ ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ദ്വിതീയ മേഖല. തീർച്ചയായിട്ടും വ്യവസായം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പരുത്തി ഉപയോഗിച്ചുകൊണ്ട് തുണി ഉണ്ടാക്കി അല്ലേ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ റബ്ബറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടയർ മാനുഫാക്ചർ ചെയ്യുന്നു അല്ലേ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കളിമണ്ണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കളിമൺ പാത്രം ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും, എല്ലാ വ്യവസായങ്ങളും വരുന്നത് ദ്വിതീയ മേഖലയാണ്. വ്യവസായത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നുകൂടി എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ചോദ്യം, ആരാണ് ഈ തൃതീയ മേഖല? നമ്മുടെ പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും അന്തിമ ഉൽപ്പന്നങ്ങളെ സംഭരിച്ച് വിതരണം ചെയ്യുന്ന ജോലിയാണ് തൃതീയ മേഖലയിലുള്ളത്. പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പന്നങ്ങളെ സംഭരിച്ച് വിതരണം ചെയ്യുന്ന ജോലിയാണ് എന്തിലുള്ളത്, തൃതീയ മേഖലയിലുള്ളത്, സംഭരണവും വിതരണവും. ശരി, എക്സാമ്പിൾ, കാർഷിക മേഖലയിൽ നിന്ന് കിട്ടിയ ഗോതമ്പിനെല്ലാം കൂടി ഒരാൾ കളക്ട് ചെയ്യുന്നു. ഒരാൾ സംഭരിച്ച് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യാണ്, അയാൾ ഈ പറയുന്നത് ട്രേഡ് ചെയ്യാണ്, മറ്റു രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തു. ഇവിടെ സംഭരണവും വിതരണവും മാത്രമേ നടക്കുന്നുള്ളൂ അല്ലേ. അപ്പം അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ സംഭരിച്ച് വിതരണം ചെയ്യുന്നു. എവിടുന്ന് കിട്ടിയത്? പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലകളിലെയും ഉൽപ്പന്നങ്ങളെ സംഭരിച്ച് വിതരണം ചെയ്യുന്നത് സേവന മേഖലയിലാണ്. നമ്മൾ കച്ചവടം ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നാട്ടിലൊക്കെ കുറേ ആൾക്കാർ കൃഷി ചെയ്ത് വെച്ച് കുറച്ച് ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ എടുത്ത് എന്ത് ചെയ്യാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ കടയിൽ വെച്ച് വിൽക്കുന്നു. കൂടെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ എന്ത് ചെയ്യാണ്, കുറച്ച് ബുക്ക് സാധനങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യുക, ഞാൻ കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ചവടം എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സാധനങ്ങളെയൊക്കെ സംഭരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, വിതരണം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കച്ചവടമൊക്കെ എന്തിനകത്ത് വരും, തൃതീയ മേഖലയിൽ വരും. മാത്രമല്ല, എന്തൊക്കെ സേവന പ്രവർത്തനങ്ങളുണ്ടോ എല്ലാ സേവന പ്രവർത്തനങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നത് തൃതീയ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ സേവന പ്രവർത്തനങ്ങളെല്ലാം തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തൃതീയ മേഖലയെ നമ്മൾ സേവന മേഖല എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നറിയപ്പെടുന്നു, ദ്വിതീയ മേഖല വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നു, തൃതീയ മേഖല എന്തെന്നറിയപ്പെടുന്നു, സേവന മേഖല എന്നറിയപ്പെടുന്നു. സേവന മേഖല. അങ്ങനെയെങ്കിൽ പ്രാഥമിക മേഖലയിൽ ചെയ്യുന്ന ജോലിയെ വിളിക്കുന്ന പേരെന്താണ്? പ്രാഥമിക മേഖലയിൽ ചെയ്യുന്ന ജോലിയെ വിളിക്കുന്ന പേര് റെഡ് കോളർ ജോബ് എന്ന് വിളിക്കാറുണ്ട്. റെഡ് കോളർ, നമ്മുടെ ഷർട്ടിൻ്റെയൊക്കെ കോളർ വെച്ചിട്ട്. ഇപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മണ്ണും പൊടിയൊക്കെ പറ്റി നല്ല ശരീരമാണെങ്കിൽ അധ്വാനിക്കേണ്ട പണിയാണ് അല്ലേ. മണ്ണും പൊടിയൊക്കെ പറ്റി എൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ നല്ല ചുവന്ന കളറായി എന്നാലോചിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ പ്രാഥമിക മേഖല റെഡ് കോളർ ജോബ്. ദ്വിതീയ മേഖല അത്രയും മണ്ണും പൊടിയും പറ്റണ്ട, എന്നിരുന്നാലും കുറച്ച് അധ്വാനമൊക്കെ ആവശ്യമാണ്, നമ്മളതിനെ ബ്ലൂ കോളർ എന്ന് വിളിച്ചു. ഇനി സേവന മേഖല നോക്കുകയാണെങ്കിൽ ശരീരം അത്ര അങ്ങോട്ട് അനങ്ങി പണിയെടുക്കേണ്ട ജോലിയൊന്നും അല്ല, മണ്ണും പൊടിയൊന്നും പറ്റുന്നില്ല അല്ലേ, മിക്കവാറും ഓഫീസ് വർക്കുകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിച്ചു, വൈറ്റ് കോളർ ജോബ് എന്ന് വിളിച്ചു. വൈറ്റ് കോളർ, റെഡ് കോളർ, ബ്ലൂ കോളർ, വൈറ്റ് കോളർ.
അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളുകളിലേക്ക് കൂടുതൽ എക്സാമ്പിളിലേക്ക് കിടക്കാം. ഇത് 7ാം ക്ലാസ് SCERT തന്നിരിക്കുന്ന ഒരു ചെറിയ ടേബിളാണ്. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് പ്രാഥമിക മേഖലകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഒരു പ്രശ്നമില്ലല്ലോ. വനപരിപാലനം, വനത്തിൽ കയറി നമ്മൾ തേനും വിറകും ഒക്കെ ശേഖരിക്കുന്നു, വനപരിപാലനം പ്രാഥമിക മേഖല. മത്സ്യബന്ധനം പ്രാഥമിക മേഖല. ഖനനം, മൈനിങ് അല്ലെങ്കിൽ ഖനനം, നോക്കി വെച്ചോണേ, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? പ്രാഥമിക മേഖലയിലാണ്. ഇനി ദ്വിതീയ മേഖല നോക്കുകയാണെങ്കിൽ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, ഏത് നിർമ്മാണ പ്രവർത്തനം വേണോ എടുത്തോ അതെല്ലാം എന്തായിരിക്കും? ദ്വിതീയ മേഖലയായിരിക്കും. കെട്ടിട നിർമ്മാണം, റോഡ് നിർമ്മാണം, പാലം നിർമ്മാണം, ഓക്കെ. അതുപോലെ കളിമൺ പാത്ര നിർമ്മാണം, PS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കളിമൺ പാത്ര നിർമ്മാണം ഒരു യൂണിഫോം പോസ്റ്റിൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കളിമൺ പാത്ര നിർമ്മാണം ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? ഒരുപാട് പേര് കളിമണ്ണ് കണ്ടപ്പോഴേ പ്രാഥമിക മേഖല കുത്തിയവരായിരുന്നു മെജോറിറ്റി. പക്ഷേ ഓർത്തോണേ, വെറുതെ കളിമണ്ണ് എടുത്ത് വെച്ചാൽ പാത്രമാവൂ? ഇല്ല. ഈ കളിമണ്ണിനെ ഒരാളെടുത്ത് എന്ത് ചെയ്യണം? അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് ഒരു പാത്രത്തെ നിർമ്മിച്ചെടുക്കുകയല്ലേ ചെയ്യുക, അല്ലേ? ഒരാൾ അവിടെ ഇരുന്നൊരു പണിയെടുക്കുന്നില്ലേ? വാല്യൂ അഡീഷൻ നടക്കുന്നില്ലേ? ഇവിടുത്തെ കളിമണ്ണിനെ നമ്മൾ അസംസ്കൃത വസ്തുവായല്ലേ ഉപയോഗിച്ചേ? അത് ഉപയോഗിച്ച് പുതിയൊരു ഉൽപ്പന്നത്തെ നിർമ്മിച്ചെടുക്കുകയല്ലേ ചെയ്ത് ഈ പാത്രം എന്ന് പറയുന്ന ഉൽപ്പന്നത്തിനെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? കളിമൺ പാത്ര നിർമ്മാണം ദ്വിതീയ മേഖലയാണ് എന്ന് പറയും. ദ്വിതീയ മേഖല. ഇനി പരീക്ഷയ്ക്ക് ഒരുപാട് പേരെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം, ജലവിതരണം ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? ജലവിതരണം എന്ന് കാണുമ്പോൾ മിക്കവാറും പ്രൈമറി സെക്ടർ കുത്തുന്നവരാണ്, പ്രാഥമിക മേഖല കുത്തുന്നവരാണ് മെജോറിറ്റി. ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാവുന്നവർ വിതരണമല്ലേ, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, സംഭരണവും വിതരണവും വരുന്ന എവിടെയാണ്? ആ തൃതീയ മേഖലയാണെന്ന് ചിന്തിച്ചിട്ട് തൃതീയ മേഖല കുത്തുന്നവരുണ്ടാവും. ആൻസർ ഇത് രണ്ടുമല്ല. ജലവിതരണം വരുന്നതും എന്ത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ്. അതെന്താ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർത്തോളൂ. ഇപ്പോൾ ജലവിതരണം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളത്തിനെ എടുത്തിട്ട് നേരിട്ട് നമുക്ക് കുടിക്കാൻ തരികയല്ല ചെയ്യുക. എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളത്തിനെ ഈ പറയുന്നൊരു അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് കുടിക്കാൻ യോഗ്യമായ ഒരു ഉൽപ്പന്നത്തെ നിർമ്മിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുടിക്കാൻ യോഗ്യമായ ഒരു കുടിക്കാൻ യോഗ്യമായ ഒരു ഉൽപ്പന്നം നിർമ്മിച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഇത് ചെയ്യുന്ന വ്യാവസായിക അടിസ്ഥാനത്തിലാണ്. ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നതിനകത്ത് ജോലി ചെയ്യുന്നുണ്ട്, വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും എവിടെയെങ്കിലും കിടക്കുന്ന വെള്ളത്തിനെ ഒരു അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചുകൊണ്ട് കുടിക്കാൻ യോഗ്യമായ മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റുന്നു. സോ ജലവിതരണം വരുന്നത് എന്തിലായിരിക്കും? ദ്വിതീയ മേഖലയിലാണ്. പഠിച്ചു വെച്ചോളാം. ഒരുപാട് പരീക്ഷകളിലെ ക്വസ്റ്റൻ ആയിരുന്നു. SSC, UPSC, അതുപോലെ PSCയുടെ പല ചോദ്യങ്ങൾ HSCക്കൊക്കെ എന്ത് ചെയ്തു? ഈ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജലവിതരണം ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഏതാണ്? ദ്വിതീയ മേഖലയാണ്. ഇനി തൃതീയ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ സേവന പ്രവർത്തനങ്ങളും, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഇൻഷുറൻസ്, ബാങ്കിങ്, വാർത്താവിനിമയം, അതുപോലെ ഹോട്ടൽ, ഗതാഗതം, ഇതെല്ലാം വരുന്നത് എന്തിലാണ്? തൃതീയ മേഖലയിലാണ്. ഇനി 2 വില്ലന്മാർ, വ്യാപാരം, ബിസിനസ്. വ്യാപാരം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രേഡാണ്, അല്ലേ? വ്യാപാരം, ട്രേഡ്, അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ സാധനങ്ങളൊക്കെ സംഭരിച്ച് അവിടെ വിതരണം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മാനുഫാക്ചറിങ് ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്തിൽ വരും? തൃതീയ മേഖലയിൽ വരും. ബിസിനസ് അല്ലെങ്കിൽ കച്ചവടമൊക്കെ ചെയ്യുന്നു, അല്ലേ? അപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു. എല്ലാവരും ചോദിക്കാൻ പറയും എനിക്ക് ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? മെഡിക്കൽ സ്റ്റോറാണ്, അല്ലേ? അപ്പോൾ അവിടെ ഇരുന്ന കുറേ മരുന്നൊക്കെ എക്സ്പയറി ആയിപ്പോയി. ഞാനിതിനെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എന്ത് ചെയ്യുന്നു? പുതിയൊരു മരുന്നാക്കി വിൽക്കുന്നു വിചാരിക്കുക. അടിപൊളി, അല്ലേ? ഞാൻ എന്ത് ചെയ്യും? ഒരുപാട് നാളൊന്നും ഞാനും ഉണ്ടാവില്ല, അപ്പോൾ എൻ്റെ മെഡിക്കൽ സ്റ്റോറും ഉണ്ടാവില്ല. എന്നെ അപ്പോഴേ പോലീസ് പോക്കും. കാര്യം എന്താ? എനിക്ക് മാനുഫാക്ചറിങ്ങിൻ്റെ ലൈസൻസ് ഇല്ലടേ. എനിക്കിത് സംഭരിച്ച് വിതരണം ചെയ്യാനുള്ള ലൈസൻസ് മാത്രമേ ഉള്ളൂ, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം ചെയ്തൊരു ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ് സംഭരണവും വിതരണവും മാത്രമേ ഉള്ളൂ. വ്യാപാരവും ബിസിനസ്സൊക്കെ വരുന്നത് എവിടെയാണ്? തൃതീയ മേഖലയിലാണ്. സെറ്റാണേ. അപ്പോൾ സംഭരണം, വിതരണം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം വരുന്നത് തൃതീയ മേഖലയിലാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണ്. അതുപോലെ എന്തൊക്കെയാണ് എക്സാമ്പിൾ എന്നുള്ളത് എല്ലാവർക്കും പിടികിട്ടി. എന്താണ് പ്രാഥമിക മേഖല, എന്താണ് ദ്വിതീയ മേഖല, എന്താണ് തൃതീയ മേഖല? സെറ്റല്ലേ? ശരി, ഇനി നമുക്ക് പറയേണ്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഓരോ മേഖലകളും ഇന്ത്യയിൽ എങ്ങനെയാണ് സംഭാവന തരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. നമ്മൾ പറയുന്നത് ഇന്ത്യൻ എക്കോണമിയെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ എക്കോണമി ഈസ് ആൻ അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് എക്കോണമി.
ഇന്ത്യ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആണ്. അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആൻഡ് സർവീസ് ഡ്രിവൺ എക്കോണമി എന്നാണ് നമ്മൾ ഇന്ത്യൻ എക്കോണമിയെ വിളിക്കുക. അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആൻഡ് സർവീസ് ഡ്രിവൺ എക്കോണമി. അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ആൻഡ് സർവീസ് ഡ്രിവൺ എക്കോണമി എന്നാണ് നമ്മൾ ഇന്ത്യൻ എക്കോണമി പറയുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേ നോക്കിയേ. നിങ്ങളുടെ ചോദ്യം, ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാകുന്ന മേഖല ഏതായിരിക്കും? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭ്യമാകുന്ന അല്ലെങ്കിൽ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന തരുന്ന മേഖല ഏതാണ്? ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന തരുന്ന മേഖല ഏതാണ്? ഇന്ത്യൻ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന തരുന്ന മേഖല പഠിച്ചു വെച്ചോ. ഇന്ത്യൻ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന തരുന്ന മേഖല സേവന മേഖലയാണ്. ഓക്കെ, കൃഷിയല്ല, വ്യവസായമല്ല. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത്, രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന തരുന്ന മേഖല സേവന മേഖലയാണ്. അത് രാജ്യത്തിൻ്റെ GDPയുടെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേഖലയാണ് സേവന മേഖല. ഇപ്പോൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയുടെ GDPയുടെ പകുതിയിലധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മേഖലയാണ് ഏത് മേഖല? സേവന മേഖല എന്ന് ഓർത്തിരിക്കണം. സെറ്റാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം, രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖല ഏതാണ്? രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖല ഏതാണ്? ഏറ്റവും കുറവ് സംഭാവന തരുന്ന മേഖല ഏതാണ്? രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖല ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഗ്രികൾച്ചർ സെക്ടറാണ്, അല്ലെങ്കിൽ കാർഷിക മേഖലയാണ്. രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഏറ്റവും കുറവ് വരുമാനം തരുന്നത് കാർഷിക മേഖലയാണ് എന്നോർത്തിരിക്കാം. കാർഷിക മേഖല രാജ്യത്തിൻ്റെ GDPയിലെ 20% താഴെയാണ്, അല്ലെങ്കിൽ ഏകദേശം 20%-ഓളമാണ് കാർഷിക മേഖല തരുന്ന വരുമാനം. ഏകദേശം 20%. രാജ്യത്തിൻ്റെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത് സേവന മേഖല, ഏറ്റവും കുറവ് വരുമാനം തരുന്ന കാർഷിക മേഖല തരുന്നത് 20%-ഓളമാണ്. അപ്പോൾ വ്യവസായം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യവസായം തരുന്ന സംഭാവന 30%-ൽ താഴെയാണ്. വ്യവസായത്തിന് സംഭാവന എത്രയാ? 30%-ലും താഴെ. 30-ൽ താഴെ. അപ്പോൾ ഈ ഒരു കണക്കൊന്ന് മനസ്സിൽ വെച്ചോണേ. സേവന മേഖല എത്ര? സേവന മേഖല 50-ലധികം. വ്യവസായം എത്ര? 30-ൽ താഴെ. ഏറ്റവും കുറവാരാ? കൃഷി. എത്ര? ഏകദേശം 20%. സെറ്റ്. അപ്പം നിലവിലേക്കൊരു കണക്ക് നോക്കുകയാണെങ്കിൽ സേവന മേഖല തരുന്ന വരുമാനം ഏകദേശം 55%. 2025-26 കണക്ക് നോക്കുമ്പോൾ. ഇനി വ്യവസായ മേഖല തരുന്നത് 25%. കാർഷിക മേഖല എന്ന് പറയുന്നത് 20%. അപ്പോൾ ഒരു 91 കാലഘട്ടത്തിന് ശേഷം എപ്പോഴും നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, അതുപോലെ സേവന മേഖല തരുന്ന വരുമാനം നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് ഇപ്പോഴും കൃഷിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല ഇപ്പോഴും കൃഷിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ, നമ്മുടെ ജനസംഖ്യയുടെ 55%-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന കൃഷിയിലാണ്. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ വർക്കിംഗ് പോപ്പുലേഷൻ്റെ ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രായം, വർക്കിംഗ് പോപ്പുലേഷൻ. അപ്പോൾ വർക്കിംഗ് പോപ്പുലേഷൻ്റെ 46%-ഓളം ആളുകൾ എന്തിനെ ആശ്രയിക്കുന്നു? കൃഷിയെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ 55%-വും രാജ്യത്തിൻ്റെ ഈ പറയുന്ന വർക്കിംഗ് പോപ്പുലേഷൻ, നമ്മുടെ ഡീമോഗ്രാഫി നോക്കുകയാണെങ്കിൽ ഒരു 15 വയസ്സ് മുതൽ 59 വയസ്സ് വരെ, അല്ലെങ്കിൽ 60 വയസ്സിന് താഴെ പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വർക്കിംഗ് പോപ്പുലേഷൻ്റെ 46%-ഓളം ആളുകൾ ജോലി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് കൃഷിയാണ് എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല ഏതാ? കൃഷിയാണ്. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന മേഖല ഏതാ? ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന സേവന മേഖലയാണ്. ഏറ്റവും കുറവ് വരുമാനം തരുന്ന കൃഷിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കുറവ് വരുമാനം തരുന്നൊരു മേഖലയാണ് രാജ്യത്തിന് എന്ത് ചെയ്യുക? ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പം അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ഡിസ്പാരിറ്റിക്ക് ഏറ്റവും വലിയ കാരണക്കാരൻ ഇത് തന്നെയാണ്. ഏറ്റവും കുറവ് വരുമാനം തരുന്നൊരു മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് എന്നുള്ളത്.
സെറ്റല്ലേ? ഇതുവരെ വെരി വെരി ക്ലിയർ. അപ്പോൾ രാജ്യത്തിൻ്റെ ഒരു സംഭാവനകൾ മനസ്സിലായി. അതുപോലെ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖല ഏതാണ് എന്നുള്ളത് കിട്ടി. എന്താണ് പ്രാഥമിക മേഖല, എന്താണ് ദ്വിതീയ മേഖല, എന്താണ് തൃതീയ മേഖല എന്നുള്ള കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു സ്കോളർഷിപ്പ് എക്സാം കട്ടയ്ക്ക് അങ്ങോട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ഈ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടിയൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല സ്കോളർഷിപ്പ് കിട്ടുന്ന രീതിയിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. ബൈ.